ഇന്നത്തെ റെസിപ്പി ദാൽ മഖനിയാണ്. നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്ന് വെച്ചിട്ടുള്ള ഒരു റിച്ചായിട്ടുള്ള ഒരു കറിയാണ്. തൊലിയോട് കൂടിയ ഉഴുന്നാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഇങ്ങനെയുള്ള ഉഴുന്നല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് തൊലിയോട് കൂടിയ ഉഴുന്നെടുത്താൽ മതി. കൂടുതലും സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്നായിരിക്കും കിട്ടുക. ഇങ്ങനത്തെ ഉഴുന്ന് എല്ലായിടത്തും കിട്ടാൻ ചാൻസ് ഇല്ല. ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു പിടി രാജ്മ കൂടി എടുക്കുന്നുണ്ട്. ഇത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ കുറേ തൊലിയൊക്കെ ഇതിൽ നിന്ന് പോകും. കഴുകി കഴിയുമ്പോൾ ഇതിന് നല്ലൊരു കളർ വരും, ആ പച്ചനിറം തെളിഞ്ഞ് വരും. അതുവരെ ഇത് കഴുകിയെടുക്കണം. ദാൽ മഖനി ആകുമ്പോൾ അതിനകത്ത് മഖൻ എന്ന് പറയുന്നത് ബട്ടറാണല്ലോ, അപ്പം കൂടുതലും ഇതിനകത്ത് ബട്ടർ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പം നല്ല ഹെവി ആയിട്ടാണ് ഇത് കഴിക്കാറ്. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബട്ടറും ക്രീമും ഒക്കെ ചേർത്താൽ മതി. അപ്പോൾ അത്ര ഹെവി ആയിരിക്കില്ല വീട്ടിലുണ്ടാക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉഴുന്നിന് ആ കറുപ്പ് നിറം മാറി ഒരു പച്ച നിറമായി വന്നില്ലേ, ഇതുപോലെ നന്നായിട്ട് വെള്ളം തെളിയുന്നിടം വരെ കഴുകിയെടുക്കണേ. ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 ചുള വെളുത്തുള്ളിയും കൂടെ പൊളിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഗ്രേവി റെഡിയാക്കാം. ഒരു 5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തക്കാളിയാണ് കൂടുതൽ എടുക്കേണ്ടത്. 2 പുളിയുള്ള തക്കാളിയും ബാക്കി 3 എണ്ണം അധികം പുളിയില്ലാത്ത തക്കാളി എടുത്തേക്കുന്നത്. ഇതിന് കറിക്ക് ചെറിയൊരു പുളി വരാൻ വേണ്ടിയിട്ടാണ്. ഈ തക്കാളി 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയുടെ സ്കിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് ഞാൻ ഓയിലും ബട്ടറും ഒക്കെ മാക്സിമം കുറച്ചാണ് ചേർക്കുന്നത്. ഇനിയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ബേ ലീഫ്, 2 ഏലക്ക, 1 വലിയ ഏലക്ക, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് മസാലയെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. വലിയ ഏലക്ക ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല, ബാക്കിയുള്ളതൊക്കെ ചേർത്താൽ മതി. മസാല കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നല്ലൊരു സ്മെല്ല് വരും, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മസാല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പം എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരച്ച് വെച്ച തക്കാളി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഓയിൽ സെപ്പറേറ്റ് ആകുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുക്കും. ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി. ശരിക്കും ഈ കറി വെക്കാനായിട്ട് ഒരുപാട് കട്ടിങ്ങും ചോപ്പിങ്ങും ഒന്നുമില്ല, പക്ഷേ കുറച്ച് കൂടുതൽ സമയമെടുത്ത് മസാല ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ലതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരണം. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഈ ഒരു സമയത്ത് ദാൽ വെന്തിരിപ്പുണ്ട്. 5 വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയൊരു പൊട്ടോ മാഷറോ എന്തെങ്കിലും വെച്ചിട്ട് തവിയുടെ മൂട് വെച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. ഈ രാജ്മ ഇതിനകത്ത് ചേർക്കുന്നത് ഈ ഗ്രേവി നല്ല തിക്കാകാൻ വേണ്ടിയിട്ടാണ്. അതിനാവുമ്പം മാവ് കൂടുതലുണ്ടാവും. ഉഴുന്ന് തന്നെ ആകുമ്പോൾ ഉണ്ടല്ലോ, അത് വെള്ളം വിട്ട പോലെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് രാജ്മ ചേർക്കുന്നത്. ഇപ്പോൾ ദാൽ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല റെഡിയാകുന്നത് വരെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയിൽ ഓയിൽ സെപ്പറേറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. തവയിൽ അതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ, തവയിൽ നമ്മൾ തവി കൊണ്ടൊന്ന് വരയുമ്പം തവ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. മസാല ഒട്ടിപ്പിടിച്ചിരിക്കരുത് അതിൽ. അപ്പോഴാണത് കറക്റ്റായിട്ട് മൂത്തു എന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്കിതിലേക്ക് ദാൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ
ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഈ മസാലയും ദാലും കൂടെ നല്ലതുപോലെ മിക്സ് ആവണം. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന് ചെയ്യാനില്ല. പക്ഷേ ഇത് സമയമെടുത്ത് തന്നെ ഉണ്ടാക്കണം, എങ്കിലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക അതിന്. ഇത് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ കിടന്ന് തിളച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരും. അപ്പം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ ദാലിനെ നമ്മൾ ലൂസാക്കാൻ, ആവശ്യത്തിന് ഗ്രേവി ആക്കാനായിട്ട് നമ്മൾ വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. ഗ്രേവി കുറുകുന്നതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിനകത്തേക്ക്. അരമണിക്കൂറോളം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി അത് കുറുക്കിയെടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പാല് ചേർത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ഇത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ. ദാൽ മഖനി ഉണ്ടാക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ആ ദാലിന് അത്രയും ടേസ്റ്റാണ്. നമ്മൾ എത്ര നേരം അത് ചെറിയ ഫ്ലെയിമിലിട്ട് സമയമെടുത്തത് വേവിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് അതിന്. ഇപ്പോൾ പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി കൂടെ കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ബട്ടറും ക്രീമും ഒക്കെ കഴിക്കാൻ പറ്റുന്നവർ ഇതിലേക്ക് ഈ സമയത്ത് ബട്ടറോ ക്രീമോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീമാണ് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അത് വേണ്ടവർ ചെയ്താൽ മതി. 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിരിക്കും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടൊരു സ്റ്റൈല് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമ്മുടെ ബിരിയാണി റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ് കഴിക്കാനായിട്ട്. വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണത്. ഇനി കുറച്ച് മല്ലിയില തൂവിയിട്ട് അത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.